ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എല്ലാവർക്കുമുള്ള ക്രിസ്തീയ അഭിവാദനങ്ങൾ ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പ്രകാശനം തന്ന വേദവചനങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് ഞാൻ വായിക്കുന്നു. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് തൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. യേശു അമരത്ത് തലയണ വെച്ചുറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതെന്ന് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ച് കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്, നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലേ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടി ഇവൻ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന തിരുവചനങ്ങൾക്കായി നന്ദി. അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ട സമാധാനം നൽകുന്ന, തണുപ്പിക്കുന്ന, സൗഖ്യമാക്കുന്ന ദിവ്യ സമാധാനം ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഈ പ്ലാറ്റ്ഫോമിൽ സ്ക്രീനുകൾക്ക് മുമ്പിൽ ഈ വചനം ആരൊക്കെ കേൾക്കുന്നോ അവരുള്ളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തനം ചെയ്യണമേ. ലോകമാകുന്ന സാഗരത്തിൽ ഞങ്ങളുടെ ജീവിത നൗക അക്കരെ എത്തിക്കത്തില്ലെന്ന് വാതുകെട്ടി നിൽക്കുന്ന, വാദഗതി ഉയർത്തുന്ന തിരകളോട്, കടലിനോട്, കാറ്റിനോട്, കാറ്റ് അടങ്ങുക, കടല് ശാന്തമാകുക എന്ന് കൽപ്പിക്കുന്ന യേശു കർത്താവിൻ്റെ സാന്നിധ്യത്തിനായി നന്ദി. ഞങ്ങളോട് ദൈവം സംവദിക്കണമേ. ഞങ്ങളെ ദൈവം ആശ്വസിപ്പിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് ആലോചനക്കാരനായിരിക്കണമേ. രോഗികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അങ്ങ് വചനമയച്ച് സൗഖ്യമാക്കിയവർ കുഴികളിൽ നിന്ന് കയറ്റുന്ന ദൈവമാണല്ലോ. മഹത്വമെല്ലാം അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. വളരെ സുപരിചിതമായ ഒരു ചിന്തയാണ് ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 23 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലും, ഓർഡറിൽ പറഞ്ഞാൽ മത്തായി, മർക്കോസും ലൂക്കോസും ഈ ഭാഗം വിശദീകരിച്ചിട്ടുണ്ട്. ഇവര് 3 പേരും ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ അതിൽ ലൂക്കോസ് മാത്രം ഒരു വ്യത്യസ്തത അവിടെ ഉപയോഗിക്കുകയുണ്ടായി. മറ്റ് 2 പേരും പറയാത്തൊരു കാര്യം. അത് ഞാൻ 8-ാം അധ്യായത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ. അതിങ്ങനെയാണ്: ഒരു ദിവസം യേശു ശിഷ്യന്മാരുമായി പടകിൽ കയറി തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോക എന്ന് അവരോട് പറഞ്ഞു. തിബരിയാസ് കടലും ഗന്നസരത്ത് തടാകവും ഗലീല കടലും ഇത് 3 ഒന്ന് തന്നെയാണ്. അവർ അന്ന് ഉപയോഗിച്ച വാക്കുകളുടെ രീതി അനുസരിച്ച് ഇത് വായനക്കാരിൽ അല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. ദൈവത്തിൻ്റെ മഹാകൃപയിൽ 2 തവണ ഈ കടൽ അല്ലെങ്കിൽ തടാകം കാണാനും, ഏറ്റവും അവസാനം ഞാൻ ഇസ്രായേൽ വിസിറ്റ് ചെയ്യുമ്പോൾ തിബരിയാസ് കടലിൻ്റെ തീരത്ത് ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾക്ക് 4 ദിവസം എൻ്റെ തീരത്തുള്ള ഹോട്ടലിൽ താമസിക്കാൻ ഇത് ഇടയാക്കിയിട്ടുണ്ട്. ഞാൻ ഇത് പറയാൻ കാരണം, ഇവരുപയോഗിച്ചിട്ടുള്ള കടൽ അല്ലെങ്കിൽ തടാകം 3 പേരുകളിൽ അറിയപ്പെടുന്നതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നാം തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോക എന്ന യേശു വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. ഞാൻ അതിൻ്റെ 25-ാം വാക്യം ഇങ്ങനെ 24-25 ഇങ്ങനെ വായിക്കുന്നു. 8-ാം അധ്യായത്തിൻ്റെ ലൂക്കോസ്. തടാകത്തിലൊരു ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി. അടുക്കൽ ചെന്ന് നാഥ നാഥ, ഇത് ലൂക്കോസ് മാത്രം എഴുതിയൊരു കാര്യമാണ്, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു, അവ അമർന്നു, ശാന്തതയുണ്ടായി. ലൂക്കോസ് മാത്രം വളരെ വ്യത്യസ്തമായൊരു കാര്യം പറയുന്നുണ്ട്, വെള്ളത്തിൻ്റെ കോപം. നമ്മൾ ഇന്നുവരെ കേട്ടിട്ടുണ്ട് മനുഷ്യരുടെ കോപത്തെക്കുറിച്ചും ക്രോധത്തെക്കുറിച്ചും ദേഷ്യത്തെക്കുറിച്ചും ഈർഷ്യയെക്കുറിച്ചും. എന്നാൽ ദൈവം ഈ പ്രകൃതിയിൽ സൃഷ്ടിച്ചിട്ടുള്ള
കാറ്റ്, കടല്, തീ, ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ കാണുന്ന വ്യത്യസ്തമായ ഒരു പ്രയോഗമാണ് യേശു കടലിനെയല്ല, വെള്ളത്തെ മാത്രമല്ല, വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. ഇസ്രായേലുമായി ബന്ധപ്പെട്ട അവരുടെ പുറപ്പാടിൽ ചെങ്കടലിൻ്റെ തീരത്തെത്തുമ്പോൾ അവർക്ക് ആദ്യം അവരെ നിരാശപ്പെടുത്തുകയും അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുകയും ചെയ്ത ആദ്യത്തെ വലിയൊരു പോരാട്ടമായിരുന്നു പുറപ്പെട്ടതിന് ശേഷം ചെങ്കടൽ തീരത്ത് അവരെത്തുമ്പോൾ പിമ്പിൽ മിസ്രൈമ സൈന്യം, മുമ്പിൽ ചെങ്കടൽ ഇവർക്കെതിരെ അവരുടെ മുന്നേറ്റുള്ള ഗമനത്തെ തടസ്സപ്പെടുത്തി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസനായ മോശയിലൂടെ ജനത്തോട് സംസാരിക്കുകയുണ്ടായി. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം. മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കയ്യിൽ ഞാൻ അധികാരത്തിൻ്റെ ഒരു വടി തന്നിട്ടുണ്ട്, നീ ആ വടി ഉപയോഗിക്കുക, ചെങ്കടലിന് നേരെ നീട്ടുക, ചെങ്കടലിനോട് കൽപ്പിക്കുക, പിളരുക. കാറ്റിൻ്റെ കോപമായാലും കടലിൻ്റെ കോപമായാലും ഇത്തരത്തിൽ നമ്മുടെ മുമ്പോട്ടുള്ള ഗമനത്തെ തടസ്സപ്പെടുത്തുന്ന ഏത് പോരാട്ടമായാലും എനിക്ക് മനസ്സിലാവുന്നത് ഒരു 21 ഉപവാസത്തെക്കാൾ, ഒരു 40 ഉപവാസത്തെക്കാൾ, അതിന് മുമ്പിലിരുന്നൊരു വർഷം മുഴുവൻ കരയുന്നതിനേക്കാൾ, കുറേ പേരോട് പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നതിനേക്കാൾ ദൈവം നമുക്ക് എന്ന ആത്മീയ അധികാരം ഉപയോഗിച്ച് അതിനെ ശാസിച്ചാൽ ഒരു അത്ഭുതം നമുക്ക് കാണാൻ കഴിയും. ഞാൻ 2 എക്സാമ്പിൾസാണ് പറഞ്ഞു. ഒന്ന്, പഴയ നിയമത്തിൽ ഏറ്റവും വലിയ പുറപ്പാട്, ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പുറപ്പാട്, അതിന് ദൈവം ഉപയോഗിച്ച അഭിഷക്തനാണ് മോശയ്ക്ക് ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. ദൈവം അവനോട് നേരിട്ട് ഇടപെട്ടതാണ്. നമുക്ക് ആ ഭാഗങ്ങളെല്ലാം അറിയാൻ കഴിയും. ദൈവത്തിൻ്റെ ഇടപെടലുകളിൽ ദൈവത്തിൻ്റെ എൻകൗണ്ടർ, വ്യത്യസ്തമായ നിലയിൽ അനുഭവിച്ച ദൈവശബ്ദം നേരിട്ട് കേട്ട ദൈവത്തിൻ്റെ അഭിഷക്തദാസനായ മോശയോട് ദൈവം നമുക്കുള്ളൊരു മുന്നറിയിപ്പ് പോലെ പറയുന്നത്, ഈ വെള്ളത്തിന്, ഈ കടലിന്, ഈ പ്രകൃതിയിൽ നിനക്കെതിരെ ഉയർന്നു വരുന്ന ഈ വല്ലാത്ത വ്യാപാരത്തിന് നിന്നെ അമർത്താൻ ചിലപ്പോൾ കഴിയും, നിന്റെ യാത്രയെ തടസ്സപ്പെടുത്താൻ കഴിയും. അവിടെ നീ ഉപയോഗിക്കേണ്ട ഒരു ആത്മീയ ആയുധം അതിനെതിരെ ശാസിച്ച് അതിനെ അമർത്തുക എന്നുള്ളതാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച്, നമ്മുടെ തലമുറയെ സംബന്ധിച്ച്, നമുക്കുള്ളതിനെ സംബന്ധിച്ചും നമ്മുടെ നന്മകൾക്കെതിരെ മുന്നോട്ട് വിടില്ലെന്ന് വാദിക്കുന്ന ചിലതിനോട് നാം ദൈവമക്കളാണെങ്കിൽ, യേശു കർത്താവുമായി വ്യക്തിപരമായൊരു ബന്ധം നമുക്കുണ്ടെങ്കിൽ, മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, ശബ്ദം അധികമൊന്നും ഇല്ലെങ്കിലും യേശുവിൻ്റെ നാമത്തെ ഞാൻ കൽപ്പിക്കുന്നു, അമരുക എന്ന് കൽപ്പിപ്പാൻ കഴിയുമെങ്കിൽ വെള്ളത്തിൻ്റെ കോപം ഗലീല കടലിൽ തിബരിയാസ് തടാകത്തിൽ ശാസിക്കപ്പെട്ടതുപോലെ, അമർന്നതുപോലെ അമരാൻ സാധ്യതയുണ്ട്. ഉപയോഗിക്കാം, നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാം. ഇത് ഞാൻ അങ്ങനെ ഊന്നി പറയുവാൻ കാരണം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ യേശു സ്വർഗാരോഹണം ചെയ്തു പോകുന്നതിന് മുമ്പ് അവസാനമായി പറഞ്ഞ ഗ്രേറ്റ് കമ്മീഷനുമായി ബന്ധപ്പെട്ട്, മഹാദൗത്യത്തിൻ്റെ നമുക്കുള്ള ആഹ്വാനവുമായി ബന്ധപ്പെട്ട് യേശു തൻ്റെ അരിമ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടുക. ദൈവമക്കളെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യേശു കർത്താവിൽ എന്ത് അധികാരമുണ്ട് അതേ അധികാരം നമ്മിലേക്ക് ഇമ്പാർട്ട് ചെയ്ത ഒരു സമയമായിരുന്നത്. കർത്താവ് എന്ന അവരോട് പറഞ്ഞ നമ്മോടുമുള്ള ദൈവിക ആലോചനയാണ്. സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ, നമ്മുമായി ബന്ധപ്പെട്ട നമ്മുടെ ശാരീരിക, മാനസിക, സാമ്പത്തിക, ആത്മമണ്ഡലങ്ങളിലാകട്ടെ, ഇനി മുതൽ എല്ലാ അധികാരവും യേശുവിനാണ്. അത് രോഗത്തിനല്ല, പിശാചിനല്ല, ശാപത്തിനല്ല, എതിരായി നിൽക്കുന്ന ഏതെങ്കിലും അന്ധകാര ഇരുളിൻ്റെ വാദഗതികൾക്കല്ല, മന്ത്രവാദത്തിനോ ശകുനവാദത്തിനോ ആഭിചാരങ്ങൾക്കോ ഒന്നുമല്ല. യേശുവിനാണ് അധികാരം. അധികാരം എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്? അതിൻ്റെ പ്രായോഗിക തലമാണ് കർത്താവോട് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. യേശു എഴുന്നേറ്റു ഇവരെ അവർക്കുള്ള ചില നിർദ്ദേശങ്ങൾ കൊടുത്തതിന് ശേഷം കർത്താവ് പറഞ്ഞു, കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക. എന്നാൽ മർക്കോസ് ഉപയോഗിച്ചു, അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു, അവ അമർന്നു, ശാന്തതയുണ്ടായി. ഞാൻ വീണ്ടും മർക്കോസ് 4:35 മുതലുള്ള ഭാഗങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നു. 35-ാം വാക്യം നാം ഇങ്ങനെ ആരംഭിച്ചത്, അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. ദൈവമക്കളെ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിനൊരു പ്രഭാതമുണ്ട്, ജീവിതത്തിനൊരു മധ്യാഹ്നമുണ്ട്, നമ്മുടെ ജീവിതത്തിനൊരു
സന്ധ്യയുണ്ട്, നമ്മുടെ ജീവിതത്തിന് രാത്രിയുണ്ട്, നമ്മുടെ ജീവിതത്തിന് ഒരു അർദ്ധരാത്രിയുണ്ട്. ഇവരുടെ യാത്രയുടെ ആരംഭത്തിൽ മർക്കോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സന്ധ്യയായപ്പോൾ. നമുക്കൊരു പക്ഷേ പ്രഭാതത്തിലുണ്ടാകുന്നൊരു ഉന്മേഷമോ ആരോഗ്യമോ അല്ലെങ്കിൽ മധ്യാഹ്നത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ഉണർവോ ഒരുപക്ഷെ സന്ധ്യയിലോ രാത്രിയിലുണ്ട്. കാരണം ഒരു പകലിൻ്റെ മുഴുവൻ അധ്വാനത്തിൻ്റെ ക്ഷീണം, നാം അനുഭവിച്ച മാനസിക സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിക്താനുഭവങ്ങൾ, നമ്മെ തളർത്തിയ ചില സാഹചര്യങ്ങൾ, മനസ്സുമായി ശരീരമൊക്കെ തളർന്നിരിക്കുന്നൊരു സമയമാണത്. ഇന്ന് ഈ സന്ദേശത്തിൻ്റെ മുമ്പിൽ ഞാനൊരു പകലിനെ സംബന്ധിച്ച സന്ധ്യയല്ല ഉദ്ദേശിച്ചത്, ഒരു ദിവസത്തെ സംബന്ധിച്ച്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രഭാതവും ജീവിതത്തിൻ്റെ മധ്യാഹ്നവും കഴിഞ്ഞ ജീവിതത്തിൻ്റെ സന്ധ്യയിലേക്ക് ഒരു പക്ഷേ ഇരുളൊക്കെ മൂടി തുടങ്ങുന്നൊരു സമയത്തേക്ക് സാധ്യതകളൊക്കെ അസ്തമിച്ചു. നമുക്കതുവരെ വെളിച്ചം തന്ന സൂര്യനും അസ്തമിച്ചു. നമ്മിതുവരെ സഹായിച്ചവരുടെ സഹായ ഹസ്തങ്ങളൊക്കെ മാറിപ്പോയി എന്നൊരു നിലവാരത്തിൽ ആരെങ്കിലും ഈ വചനത്തിന് മുമ്പിൽ, ഈ സന്ദേശത്തിന് മുമ്പിലുണ്ടെങ്കിൽ, യേശു നമ്മുടെ സന്ധ്യകളിലും, യേശു നമ്മുടെ രാത്രികളിലും, യേശു നമ്മുടെ അർദ്ധരാത്രികളിലും നമ്മുടെ കൂടെയുള്ള ദൈവമാണ്. പഴയ നിയമത്തിൽ മുതലേ ഈ വാക്തത്വം നമ്മുടെ ഒപ്പമുണ്ട്. ഇത്രയെല്ലാം വാക്തത്വങ്ങൾ 2-ാം സങ്കീർത്തനം നമുക്ക് കാണാനറിയാം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തനായ ദൈവത്തിൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവർ. ദൈവത്തെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയും. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കടിയിൽ നിന്ന് നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കും, തൂവലുകളിൽ മറയ്ക്കും. വിശ്വസ്തത നിനക്ക് പരിചയം പല്ലകയുമായിരിക്കും. 5-ാം വാക്യം തുടരുകയാണ്. രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, ഒന്നിനെ നിനക്ക് പേടിപ്പാനില്ല. പഴയ നിയമകാലം മുതൽ ഈ സങ്കീർത്തനക്കാരൻ ദൈവത്തിന് പാടുകയാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിൽ സർവശക്തനായ ദൈവത്തിൻ്റെ നിഴലിൻ കീഴിൽ ഞാൻ പാർക്കുന്നത് കൊണ്ടും അവനാണ് എൻ്റെ സങ്കേതം, അവനാണ് എൻ്റെ കോട്ട, അവനാണ് എൻ്റെ ദൈവം എന്ന് ഞാൻ എൻ്റെ വായി തുറന്ന് പറയുന്നത് കൊണ്ടും രാത്രിയിൽ ഭയമായാലും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയായാലും എന്നെ സംബന്ധിച്ച് എനിക്ക് പേടിക്കാനില്ല. ദൈവമക്കളെ, ഈ വാക്തത്വം നമ്മുടെ ജീവിതത്തിൻ്റെ സന്ധികളിൽ അന്നും ഇന്നും എന്നും നമുക്ക് തന്ന വാക്തത്വമാണ്. അതാ വചനം എബ്രായ ലേഖനം പറയുന്നത്, യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ്. അവനൊരിക്കലും മാറാത്ത ദൈവമാണ്. യേശു നമുക്ക് പേഴ്സണലായി വാക്ക് തന്നു. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, എൻ്റെ വചനങ്ങൾക്കോ ഒരിക്കലും മാറ്റമുണ്ടാവില്ല. അതിൻ്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റാൻ ആർക്കും കഴിയത്തില്ല. യേശു നമുക്ക് വീണ്ടും വാക്ക് തന്നിട്ടുണ്ട്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നമ്മുടെ പ്രഭാതങ്ങളിലും നമ്മുടെ മധ്യാഹ്നത്തിലും നമ്മുടെ സന്ധ്യകളിലും രാത്രിയിലും അർദ്ധരാത്രി എന്താ കാണിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യം ഏതായാലും, രോഗത്തിലും അനാരോഗ്യത്തിലും, ദാരിദ്ര്യത്തിലും സമ്പത്തിലും, നമ്മുടെ ശൂന്യതയിലും നിറവിലും, നമ്മുടെ ഉയർച്ച താഴ്ചകളിലും, ഏത് മേഖലയിലും യേശു നമ്മുടെ കൂടെയുണ്ട്. കർത്താവിനോട് പറയാം, നാം അക്കരയ്ക്ക് പോയി. എപ്പോഴാണ് പറഞ്ഞത്? സന്ധ്യ. നാം ആരംഭിച്ചിട്ടുള്ള ഒരു യാത്ര, നിങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഒരു സംരംഭം, നിങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഒരു ബിസിനസ്, നിങ്ങൾ ആരംഭിച്ച ഒരു മിനിസ്ട്രി, നിങ്ങൾ ആരംഭിച്ച ഒരു മഹാദൗത്യത്തിൻ്റെ സന്ദേശവുമായി ബന്ധപ്പെട്ട ഒരു തുടക്കം, ഏതായാലും എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ മാത്രം ഉറപ്പാക്കുക, ദൈവത്തോട് കൂടിയാണോ ആരംഭിച്ചത്, ദൈവം പറഞ്ഞിട്ടാണ് ആരംഭിച്ചത്, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഒരാലോചന ദൈവം നമുക്ക് തന്നിരുന്നു. അത് നിർബന്ധമായ കാര്യമാണ്. ഈ യാത്ര കർത്താവ് പറഞ്ഞു, നാം അക്കരയ്ക്ക് പോകാം. നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്തൊരല്പം പ്രശ്നമുണ്ടല്ലേ, നമുക്ക് ഭയം തോന്നാം. യേശു പറഞ്ഞത് നാം അക്കരയ്ക്ക് പോകാം. നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയുടെ ഏത് മേഖലയിലായാലും ഈ ശബ്ദം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. കാരണം നാം ഒറ്റയ്ക്കല്ല. യേശു പറയുന്നു, നാം ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്, നാം അക്കരയ്ക്ക് പോകാം. കർത്താവ് ഈ യാത്രയിൽ അവരുടെ കൂടെയുണ്ടെന്നാൽ ഞാൻ ചിന്തിക്കുന്നത്, ഇവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇവരെ ചില പരിശീലന കളരിയിലൂടെ നടത്തുന്ന ഒരു യാത്രയും കൂടി ആയിരുന്നു ഇത് എന്നാണ് ഞാൻ കരുതുന്നത്. ആ ഒരു മേഖലയിലേക്ക് ഇന്ന് ഈ ചിന്തകൾ പോകുന്നത്. കാരണം മർക്കോസിൻ്റെ സുവിശേഷം 4:35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. മർക്കോസ് എഴുതുമ്പോൾ തുടർന്ന് 5-ാം അധ്യായത്തിൽ 5 തുടക്കം തന്നെ ഈ സംഭവത്തിന് ശേഷം, ഈ സംഭവത്തിൽ ഈ വലിയ പ്രതിസന്ധിയിലൂടെ ഒരു പോയതിന് ശേഷം 5-ാം അധ്യായം ഇങ്ങനെ ആരംഭിക്കുന്ന, അവർ കടലിൻ്റെ അക്കരെ,
ഗദരദേശത്ത് എത്തി. അവിടെ ഗദരദേശത്ത് ലിഗ്യോൻ ബാധിച്ച ഒരു മനുഷ്യനിലെ ഭൂതത്തെ യേശു പുറത്താക്കുന്നുണ്ട്. ആ സമയം ഈ ശിഷ്യന്മാരെല്ലാം കർത്താവിൻ്റെ കൂടെ ഉണ്ട്. എത്രയോ നാളുകളായി കല്ലറകളിൽ പാർക്കുന്ന, ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിച്ചിട്ടും ആർക്കും അടക്കാൻ കഴിയാത്ത, വീട്ടുകാരാലും നാട്ടുകാരാലും ഒറ്റപ്പെട്ട, ആർക്കും അവനെ നിയന്ത്രിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് 3-ാം വാക്യം പറയുകയാണ്. അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമ്മി ഓടിച്ചും ആർക്കും അവനെ അടക്കാൻ കഴിയാത്ത ഒരു പൈശാചിക ശക്തി അവൻ്റെ അകത്തുണ്ടായിരുന്നു. വചനം പറയുന്നു, ആർക്കും അവനെ അടക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഹല്ലേലൂയ. വചനം തുടരുകയാണ്, അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോകുന്നു. ദൈവമക്കൾ, എന്തോ ഒരു ഭീകരാവസ്ഥയാണിത്. വ്യക്തികൾക്ക്, സമൂഹത്തിന്, അന്നുള്ള വൈദ്യശാസ്ത്രത്തിന് ഈ മനുഷ്യനോട് ഒരു സിമ്പതി ഇല്ലാഞ്ഞിട്ടോ കരുതലില്ലാഞ്ഞിട്ടോ അല്ല, അവർ നിസ്സഹായരാണ്. ഇന്ന് നാം കാണുന്ന നമ്മുടെ സമൂഹത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെല്ലാം പ്രതിസന്ധികളാണ് ചുറ്റുപാടുകളിൽ. ഇന്നത്തെ ഗവൺമെന്റിനോ അധികാരങ്ങൾക്കോ പണത്തിനോ മരുന്നുകൾക്കോ മെഡിക്കൽ സയൻസിനോ വൈദ്യന്മാർക്കോ നിയന്ത്രിക്കാൻ കഴിയാത്ത വലിയ പ്രതിസന്ധികളുടെ നടുവിൽ അവയെ അടക്കാൻ കഴിയുന്ന ഏകനാമം യേശുവിൻ്റെ നാമമാണ് വെളിപ്പെടുത്താൻ, നമ്മയും കൂടെ അതിലൊരു ഭാഗവാക്കാക്കാൻ. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നാം യാത്ര ചെയ്യുന്ന ലോകമാകുന്ന സാഗരത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ, നമുക്കെതിരെ ആഞ്ഞടിക്കുന്ന തിരമാലകളിൽ, ശബ്ദം ഉയർത്തി വരുന്ന, മുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന കടലിൻ്റെ ഈ വലിയ കോപത്തിൻ്റെ മുമ്പിൽ കർത്താവിന് നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ തിന്മയ്ക്കല്ല, നന്മയ്ക്കായിട്ടാണ്. ഇതൊരു വലിയ പരിശീലന കളരിയാണ്. കാരണം ഇതിന് ശേഷം ആദ്യം ഇവർ അഭിമുഖീകരിക്കുന്നത് ഈ ഒരു മനുഷ്യനെയാണ്. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഒറ്റയ്ക്ക് കണ്ടാൽ ഞാൻ ഭയപ്പെട്ടു പോകും. ഇന്ന് ഈ മെസ്സേജ് റെക്കോർഡ് ചെയ്യുന്ന ഈ പകൽ എനിക്കൊരു വ്യത്യസ്തമായ കോള് വന്നു. അത് മധ്യകേരളവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. നഴ്സിംഗിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്തോ കണ്ട് പേടിച്ച് അവളുടെ അകത്തൊരു വലിയ ഭൂതാത്മാവ് പ്രവേശിച്ചു. ആ ഹോസ്റ്റൽ അധികൃതർക്കോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾക്ക് അടക്കാൻ കഴിയാതെ അവർ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകുന്ന വഴിയിൽ അവരുടെ വിശ്വാസപ്രകാരം ഒരു പള്ളിയിൽ ഒരച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. ഗ്രാൻഡ് മദർ എന്നെ വിളിക്കുന്നത്. ആ പള്ളിക്കകത്ത് കയറി അവളുടെ രൂപവും ഭാവവും മാറി അച്ഛന്മാർക്കെതിരെ ആക്രോശിച്ച് പ്രസംഗപീഠത്തിലേക്ക് ഓടിക്കയറി ബൈബിളൊക്കെ വലിച്ചെറിഞ്ഞ് മൈക്രോഫോൺ ഉപയോഗിച്ചോ അല്ലെ ആ സ്ഥലത്ത് നിന്ന് ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും അവൾ ആക്രോശിക്കുകയാണ്. അവിടെ ഇംഗ്ലീഷും ഫ്രഞ്ചും അറിയുന്ന ഈ പുരോഹിതരാരോ ഉള്ളതുകൊണ്ട് അവർക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. അവൾ പറയുന്നത്, ഞാൻ ഫ്രഞ്ചിൽ നിന്ന് ഇന്ന ആളാണ്, നിങ്ങളുടെ മകളല്ലിത്, ഇവളെയും കൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുണ്ട്, നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ധൈര്യം ഉണ്ടേ വാ എന്ന് വെല്ലുവിളിക്കുകയാണ്. ഒരു നിസ്സഹായരായിട്ട് എന്നെ സഹായം തേടി വിളിച്ചതാണ്. ഞാൻ ഉടനെ തന്നെ കോട്ടയത്തുള്ള എൻ്റെ സ്നേഹിതരുമായി കണക്ട് ചെയ്തു. അതിനെ അധികാരപ്പെട്ട അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട, അതിൽ ദൈവനിയോഗം പ്രാപിച്ച ദൈവദാസന്മാരെ ഞാൻ കണക്ട് ചെയ്തു. ഇത് മണിക്കൂറുകൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. ദൈവമക്കളെ, അന്ന് മാത്രമല്ല ഇതൊന്നും, ഞാൻ ഈ റെക്കോർഡിങ് നടക്കുന്ന ഈ പകൽ സംഭവിച്ച ഒരു കാര്യമാണ്. ആ പെൺകുട്ടിയുടെ പേര് എനിക്കറിയാം, അവരുടെ ഗ്രാൻഡ് പേരൻസിനെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം. ആ കുഞ്ഞിനെ ബാധിച്ചിരിക്കുന്ന അശുദ്ധ ബാധയിൽ നിന്ന് വിടുവിപ്പാൻ ആർക്ക് കഴിയും? ഒരു നാമത്തിന് കഴിയും, യേശുവിൻ്റെ നാമത്തിന് കഴിയും. ആ അധികാരം പേറുന്ന ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. അതുകൊണ്ടാണ് വചനം യോഹന്നാൻ 1:12 പറയുന്ന, യേശുവിനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരാൻ ദൈവം അധികാരം കൊടുത്തു. യേശു കർത്താവിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു അധികാരം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഇന്ന് ലോകത്തിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവമക്കളാണ് നാം.
നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ, നാം കടന്നു പോകുന്ന കാറ്റിൻ്റെയും കോളിൻ്റെയും നടുവിൽ നാം ഭയപ്പെടുകയും മുങ്ങിപ്പോകുമോ എന്ന് ഭയപ്പെടുകയൊക്കെ ചെയ്യുന്നതിൻ്റെ നടുവിൽ ദൈവത്തിന് നമ്മെ എന്തോ പഠിപ്പിക്കാനുണ്ട്. ഇവർക്കുള്ള ആദ്യത്തെ പരിശീലന കളരി ഇതായിരുന്നു. ഏതാ? ഈ ഭൂതഗ്രസ്തനായ മനുഷ്യൻ്റെ മുമ്പിൽ വിഷ്വലൈസ് ചെയ്ത് നിങ്ങളത് ധ്യാനിച്ച് വായിക്കുമ്പോൾ അതിൻ്റെ ഭീകരാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകും. 6-ാം വാക്യം പറയുന്നു, ഈ ഭൂതഗ്രസ്തൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്? ദൈവത്താണ്, എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിൻ്റെ 2-ാം പരിശീലന കളരി അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു സാധ്യത, ചാൻസ്, 2-ാമത്തെ ഭാഗം പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 12 സംവത്സരമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട സൗഖ്യമാണ്. 3-ാമത് അവർക്ക് ലഭിച്ച ഒരു പരിശീലന കളരി അല്ലെങ്കിൽ കർത്താവരെ കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രായോഗിക മേഖല, മരിച്ച ഒരു കുട്ടിയുടെ മുറിക്കകത്തേക്ക് പ്രാർത്ഥിച്ച് ജീവൻ മടക്കി കൊണ്ടുവരുന്നതാണ്. ഞാൻ 5-ൽ നിന്ന് തിരിച്ച് 4-ലേക്ക് വരുന്നു. എൻ്റെ സന്ദേശം ഒരു ഭാഗം ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. വചനം പറയുന്നു, ഈ കടലിലെ വലിയ ഭീകരതയുടെ നടുവിൽ കർത്താവ് യേശുവിലുള്ള അധികാരം അവർക്ക് വെളിപ്പെടുത്തി കാണിക്കുകയാണ്. മർക്കോസ് 4-ാം അധ്യായം അതിൻ്റെ 39-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഇന്ന് പകലിൽ നാം ആരായാലും, നമ്മുടെ പ്രായമേതായാലും, നമ്മുടെ ആരോഗ്യസ്ഥിതി എന്തായാലും, നാം ശൂന്യതയിലാണോ നിറവിലാണോ, ഇതൊന്നും വിഷയമേ അല്ല. പിശാച് നമ്മെ കുറിച്ച് പറയുന്ന ഏതൊക്കെ ബലഹീനതകൾ നമുക്കുണ്ടെങ്കിലും ദൈവമായുള്ള നമ്മുടെ ബന്ധം ക്ലിയർ ചെയ്ത് ഒരധികാരം ഉപയോഗിക്കാൻ നാം തയ്യാറെങ്കിൽ, യേശു ഉപയോഗിക്കാൻ നാം തയ്യാറെങ്കിൽ, അതൊരു അപേക്ഷയല്ല. കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം, ദൈവത്തോട് നമുക്ക് യാചിക്കാം, ദൈവസന്നിധി കരയാം. നമ്മെ വിഴുങ്ങാൻ വരുന്ന കാറ്റിൻ്റെയും കടലിൻ്റെയും തിരകളുടെയൊക്കെ മുമ്പിൽ കരയാൻ പോയാൽ വർഷങ്ങളായി അത് തുടർന്നുകൊണ്ടേയിരിക്കും. അവർ ഭയപ്പെട്ടു, യേശു ഭയപ്പെട്ടില്ല. യേശു എഴുന്നേറ്റ് കൽപ്പിക്കുകയാണ് ഉണ്ടായത്. ഉപയോഗിച്ച വാക്കുകൾ ഞാൻ ആവർത്തിക്കുന്നില്ല. പിന്നെ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത് നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. എന്താ അത് അർത്ഥമാക്കുന്നത്? കർത്താവ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഭയമെന്ന ഒരു വല്ലാത്ത പിശാചിന് കയറാൻ പറ്റുന്ന ഒരു ഡോർ ഇവർ തുറന്നിട്ടിരുന്നു. ആ ഡോറിൽ പിശാച് കയറി ഇവരെ ഭയപ്പെടുത്താൻ കാരണം വിശ്വാസത്തിലെവിടെ കോട്ടം സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെ വിശ്വാസം ഡെവലപ്പാവും? റോമാ 10:17 പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. ഭയം എങ്ങനെ മാറിപ്പോകും? 1 യോഹന്നാൻ 4:12 വാക്യം പറയുന്നു, ഭയത്തിന് ദണ്ഡനമുണ്ട്, സ്നേഹത്തിൽ ഭയമില്ല. ദൈവത്തോടുള്ള തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയും. 1, ദൈവവചനം നമ്മിൽ പ്രായോഗിക മേഖലയിലേക്ക് പോകും. 2, ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ ഭയത്തിനകത്ത് കയറാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് ഭയത്തെ മാറ്റാൻ വേണ്ടി വേദപുസ്തകം നമുക്ക് തരുന്ന എമർജൻസി ടിപ്സാണ് ഞാൻ പറഞ്ഞത്. ഇത് മാത്രമല്ല, പല കാര്യങ്ങളും ഉണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾക്ക് എന്താ വിശ്വാസമില്ലാത്ത? വിശ്വാസം നിങ്ങളെ പോയത് കൊണ്ട് നിങ്ങൾക്ക് പേടിയുണ്ടായത്. നിങ്ങൾ ഭയപ്പെടരുത്. ഹല്ലേലൂയ. തുടർന്ന് ഇവർ ദൈവത്തെ ഭയപ്പെടുന്നൊരു മേഖല നമുക്കവിടെ കാണാൻ കഴിയും. എല്ലാ പ്രതിസന്ധികളും കഴിഞ്ഞതിന് ശേഷം 41-ാം വാക്യം പറയുന്നു, കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്ന ഇവൻ എന്ന് പറഞ്ഞു. വചനം പറയുന്നു, അവർ വളരെ ഭയപ്പെട്ടു. ഇപ്പോൾ കാറ്റിനെയല്ല അവർ ഭയപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ അവർ കടലിനെയും തിരകളെയല്ല ഭയപ്പെട്ടത്, അവർ ദൈവത്തെ ഭയപ്പെട്ടു. ദൈവമക്കളെ, നാം ദൈവത്തെ ഭയപ്പെടാൻ ഒന്നാമത് പഠിച്ചാൽ ഏത് ഭൂതത്തെയും നാം ഭയപ്പെടേണ്ടി വരില്ല. ഏത് രോഗത്തെയും നമുക്ക് അമർ ചെയ്യാൻ കഴിയും. മരണകരമായി നമ്മെ പിടിച്ചുകൊണ്ടുപോകാൻ വരും, അഥവാ മരണം ആക്രമിച്ചു കീഴ്പ്പെടുത്തിയെന്ന് കഴിയുന്നതിൽ നിന്നും യൈറോസിൻ്റെ മകളുടെ ആ വീട്ടിൽ ചെന്ന് കർത്താവ് മരണത്തെ
ജയിച്ചതുപോലെ, അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്നതുപോലെ ദൈവത്തെ നാം ഭയപ്പെടാൻ തയ്യാറായാൽ ഈ മേഖലകളിലെ ഭയത്തിൻ്റെ മീതെ ഒരു അധികാരം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകും. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവർ ഈ കടലിൽ, അല്ലെ തിബരിയാസ് തടാകത്തിൽ, ഗലീല കടലിൽ ഇവർക്ക് ലഭിച്ച ഈ സാഹചര്യം അതൊരു ക്ലോസ് സർക്കിൾ, അല്ലെ ഒരു വിശാലമായ മേഖലയിലായിരുന്നില്ല അവർക്കുണ്ടായ പോരാട്ടം. യേശുവുണ്ട്, ശിഷ്യന്മാരുമുണ്ട്, പബ്ലിക്കൊന്നുമില്ല. നാം അഭിമുഖീകരിക്കുന്ന പല പ്രതിസന്ധികളും നമ്മുടെ ഒരു ക്ലോസ് സർക്കിളിൻ്റെ അകത്താണ് നാം അഭിമുഖീകരിക്കുന്നത്. ഞാനത് പറയാൻ കാരണം, നിങ്ങൾ ഒരു കുടുംബമായോ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരിയെങ്കിൽ നിങ്ങളും ഭർത്താവും മാത്രവും, സഹോദരനാണെങ്കിൽ നിങ്ങളും ഭാര്യയും മാത്രം, നിങ്ങളുടെ ഒരു കൊച്ചു സർക്കിൾ മാത്രം, ആരും അറിയാതെ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നു, നിങ്ങളിവിടെ തോറ്റുപോകത്തില്ല. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. യേശുവിൻ്റെ നാമം എന്ന അധികാരം നിങ്ങളുടെ കൂടെയുണ്ട്. ഇവിടെ നാം ജയിക്കും. എന്തിനാണ് ഈ ഭാഗത്തൂടെ നമ്മെ കൊണ്ടുപോയത്, അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയിൽ, സങ്കടത്തിൽ, ഒരു വലിയ താഴ്വരയിലൂടെ നമ്മെ കൊണ്ടുപോയെന്നൊരു ചോദ്യമുണ്ടെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രൈവറ്റ് സർക്കിളിലെ, നിങ്ങളുടെ ക്ലോസ് സർക്കിളിലെ ഈ പോരാട്ടം നിങ്ങളെ ഒരു പരസ്യ സ്ഥലത്ത് യേശു ആരെന്ന് വെളിപ്പെടുത്താൻ സഹായിക്കാൻ പോവുകയാണ്. നിരാശപ്പെടരുത്. പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ ദൈവവചനത്തിലൂടെ ഇന്ന് ഈ സ്ക്രീനിന് മുമ്പിൽ അങ്ങ് സ്നേഹിക്കുന്നവരോട് ദൈവം സംസാരിച്ചതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരം എന്താണെന്ന് വ്യക്തമാക്കുന്ന പരിശീലന കളരികൾക്കായി സ്തോത്രം. ദൈവമേ, ഞങ്ങൾക്ക് സംഭവിക്കുന്നെല്ലാം നന്മയ്ക്കാകയാൽ സ്തോത്രം, അത് തിന്മയ്ക്കല്ല. യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിന് അത് പരസ്യ സ്ഥലത്ത് ആയിരങ്ങളുടെ മുമ്പിൽ, അത് ആർക്കും കടന്നു ചെല്ലുവാനും നിയന്ത്രിപ്പാനും കഴിയാത്ത മേഖലകളിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളെ ഉപയോഗിപ്പാൻ ഞങ്ങൾക്ക് തരുന്ന എല്ലാ ഇരുളിൻ്റെ, നിരാശയുടെ, വേദനയുടെ താഴ്വരകൾക്കായും സ്തോത്രം. ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് മാറിപ്പോകും, ഇത് അമർന്നു പോകും. ഇവിടെ ഒരു ജയമുണ്ട്. കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ ആരംഭിച്ചത്, യേശു കൂടെയുള്ളതിനാൽ സ്തോത്രം. ഈ വചനത്താൽ അങ്ങയുടെ മക്കളെ ധൈര്യപ്പെടുത്തണമേ. വചന കേൾവിയിൽ തന്നെ യേശുവിൻ്റെ നാമത്തിൽ വേദനകളും രോഗങ്ങളും ദുഷ്ടാത്മായ വ്യാപാര ശക്തികളും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. അങ്ങയുടെ പരിശുദ്ധ നാമം ധാരാളമായി ഉയർത്തപ്പെടട്ടെ. അങ്ങയുടെ രാജ്യം വിസ്തൃതമായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.